യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ, പൂർണ്ണമാക്കാൻ അവനവന് മാത്രമേ പറയൂ സാധിക്കുള്ളൂ. വേറെ ഒരാൾക്കും നിങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറയൂ സാധ്യമല്ല. സത്യമാണത്. എത്ര പേർക്കത് ബോധ്യം വന്നിട്ടുണ്ട്? ഇതാണ് സത്യം. ഇത് നേരത്തെ തന്നെ ബോധ്യം വന്നാൽ നമ്മൾ ഒരാളും സ്നേഹിക്കാത്തതിലോ സന്തോഷിപ്പിക്കാത്തതിലോ പരാതി പറയില്ല. ആരോട് പരാതി പറയും? ഇന്നും ഭൂരിപക്ഷ ആളുകളും ഈ പരാതിക്കാരാണ്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് സുധാമാവ് ഇത് പറഞ്ഞപ്പോൾ ഭഗവാൻ സുധാമാവിനെ ഒന്നുകൂടി പരീക്ഷിക്കുകയാണ്. സുധാമാവ് സത്യത്തിൽ എന്തിനാ വന്നത്? അപ്പോൾ ഭഗവാൻ സുധാമാവിനോട് ചോദിച്ചു, സുധാമാവേ, അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാതിരിക്കില്ല? എന്തെങ്കിലും ഒരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം നോക്കൂ, അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ആളുകൾ വിരുന്നൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നൊരു കാലമാണ്. നോക്കൂ, എത്ര കാലം മുമ്പ് തുടങ്ങിയ കൾച്ചറാണ്. നോക്കൂ ഇതൊക്കെ. ഇപ്പം നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ അങ്ങനെയായിരുന്നില്ലേ കണ്ടത്? എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും കരുതുക, വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചറായിരുന്നു. അപ്പം എന്താ കൊണ്ടുവന്നത്? എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, എനിക്കറിയാം വലുതൊന്നും കൊണ്ടുവന്നില്ലേ. കൃഷ്ണൻ തന്നെ മുൻകൂറായിട്ട് പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മന. പത്രം എന്ന് പറഞ്ഞാൽ ഒരിലയായാലും എന്തായാലും ഞാൻ അതിൽ തൃപ്തനാണ്. എന്നിട്ട് കൈനീട്ടി. സുധാമാവ് ദരിദ്രൻ, കൃഷ്ണൻ സമ്പന്നൻ. സമ്പന്നനായ കൃഷ്ണൻ സുധാമാവിൻ്റെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് വരുമ്പോൾ എനിക്ക് എന്താണ് കൊണ്ടുവന്നത്? ഇപ്പം ആരാ ശരിക്കും ദരിദ്രൻ, ആരാ സമ്പന്നൻ? ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ദരിദ്രനായ സുധാമാവ് സമ്പന്നനും, പറയൂ, സമ്പന്നനായ, അതൊരു തമാശയായിട്ട് പറയും. ഒരാള് ഗുരുവായൂരിൽ അയാളുടെ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് പൈസ ഇല്ല. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അത്രേ, കൃഷ്ണ ഗുരുവായൂരപ്പ, എനിക്ക് കുറച്ച് പൈസ തരണേ ഭഗവാൻ എങ്ങനെയെങ്കിലും. എന്നിട്ടൊന്നും അദ്ദേഹത്തിന് കിട്ടണില്ല. അവസാനം അദ്ദേഹം പറഞ്ഞു, കിട്ടുന്നതിൻ്റെ പകുതി അങ്ങയ്ക്ക് തരാം. എന്താ കിട്ടിയത് വെച്ചാൽ അതിൻ്റെ പകുതി അങ്ങയ്ക്ക് തരാം. കൃഷ്ണ എന്തെങ്കിലും എനിക്ക് തരണേ തിരിച്ചു പോവാൻ എന്ന് പറഞ്ഞതും ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചോട്ടിൽ 50 രൂപ കിടക്കണം. ആ 50 രൂപ ഇദ്ദേഹം നോക്കിയപ്പോൾ അതെടുത്തുകൊണ്ട് അദ്ദേഹം പറയണത്, എന്നാൽ കൃഷ്ണൻ തൻ്റെ പകുതി എടുത്തിട്ടാണ് എനിക്ക് തന്നത് എന്ന്. അതുവരെ അദ്ദേഹം പറഞ്ഞത് കിട്ടുന്നതിൻ്റെ പകുതി ഭഗവാന് കൊടുക്കാതാണ്. ഇപ്പൊ പറയണു കൃഷ്ണൻ എടുത്തിട്ടാണ് പകുതി തന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഭഗവാൻ പറയണു, എന്തായാലും എനിക്ക് തൃപ്തിയാണ് എന്ന് കേട്ടപ്പോ സുധാമാവിൻ്റെ കയ്യിൽ അവിൽക്കിഴിയുണ്ട്. സുധാമാവ് എന്ത് ചെയ്തു വെച്ചാൽ അതിനെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. സാധാരണ ചോദിച്ച അപ്പൊ കൊടുക്കില്ലേ വേണ്ടത്, ചോദിക്കാതെ കൊടുക്കുന്നതാണ് മര്യാദ എന്നാണ് നമ്മൾ പറയാ. ഇവിടെ സുധാമാവ് ചോദിച്ചിട്ടും കൊടുത്തില്ല. അതിനെന്ത് ചെയ്തു വെച്ചാൽ ലജ്ജയോടെ തലയും താഴ്ത്തി മാറ്റിവെച്ച് കളഞ്ഞു. അപ്പൊ കൃഷ്ണൻ വിചാരിച്ചു, സുധാമാവ് എന്തിനാവോ ഈ അവിൽക്കിഴി മാറ്റിവെച്ചത്? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവോ? ഇതൊരു വലിയ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സുധാമാവ് കൃഷ്ണന് കൊടുക്കാൻ കൊണ്ടുപോയ അവിൽക്കിഴി മാറ്റിവെച്ചത്? എന്തായിരിക്കണം? എന്തിനാ ഒളിപ്പിച്ചു വെച്ചത് എന്ന്. അതിനൊരുപാട് കഥകൾ ഓരോരുത്തർ പറയണത്. ചിലവരെന്താ പറയണ അറിയോ? അവിലിൽ കല്ലുള്ളതുകൊണ്ടാണ്, അവില് മോശമായതുകൊണ്ടാണ്.
കാരണം കല്ലുള്ളൊക്കെ അവിലെങ്ങനെ കൃഷ്ണന് കൊടുക്കുക? എന്നിട്ട് ചില ആളുകളുണ്ടല്ലോ ഈ സപ്താഹത്തിന് പോകുമ്പോൾ കല്ലിട്ടേക്കും അവിലിൻ്റെ അകത്ത്. കാരണം കൃഷ്ണൻ കുചേലൻ കൊണ്ടുപോയ അവില്, അയ്യോ ഇങ്ങനത്തെ മഹാപാപമൊന്നും ചെയ്യരുത്. അല്ല ഇപ്പം പിന്നെ ആരും ചെയ്യില്ല, എന്താ അറിയോ, തിരിച്ച് അവരൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ കുറെ ധാരണ ഉള്ളവരുണ്ട്. ആരോ തെറ്റിദ്ധാരണ പരത്തിയതാണ്. പിന്നെ ചിലവരുടെ ധാരണ എന്താ വെച്ചാൽ കൃഷ്ണൻ സുദാമാവിൻ്റെ കൂടെ കാട്ടിപ്പോയപ്പം ഗുരു അവില് കൊടുത്തിരുന്നത്രേ. അങ്ങനെ ഒരു കഥ ഭാഗവത്തിലില്ല. ഇത് കൃഷ്ണന് കൊടുക്കാതെ സുദാമാവ് ഒറ്റയ്ക്ക് അടിച്ചു, അതൊരിക്കലും ഉണ്ടാവില്ല. അതൊന്നും അല്ല കേട്ടോ, അങ്ങനെയുള്ള കഥയൊന്നും നമ്മൾ പറയരുത്. എന്തായിരിക്കാം സുദാമാവ് കൃഷ്ണൻ ചോദിച്ചിട്ടും അവില് കൊടുക്കാതിരുന്നത്? ഇന്നൊക്കെയായിരുന്നു കൃഷ്ണന്റെ കാലം വെച്ചാൽ മനുഷ്യർക്കാർക്കും വേണ്ടാത്ത സാധനമായി അവില്. ആലോചിച്ചൊക്കെ കാലം പോയൊരു പോക്ക്. ഇന്ന് അവിലിനോടുള്ള താല്പര്യം കുട്ടികൾക്കൊന്നും ഒട്ടും ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഏത്? അവില്. നിങ്ങൾക്കറിയോ, ഞാൻ ഒരു മാസം മുമ്പ് എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു പത്തനംതിട്ട ജില്ല ശബരിമലയ്ക്കൽ. അപ്പം അവിടുത്തെ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് മെമ്പർ അദ്ദേഹം ഉണ്ടായിരുന്നു വേദിയിൽ. പറയാണ്, വരുന്ന അവിലും മലരൊക്കെ വേസ്റ്റാണ് അവിടെ, കാട്ടിക്കൊണ്ടുപോയി കൂട്ടിയിടുകയാണ്. കഷ്ടം തോന്നി കേട്ടപ്പോൾ. കാരണം ആർക്കും അത് വേണ്ട. പണ്ട് തമിഴന്മാരായിരുന്നു കൊണ്ടുവരുന്ന പാവം. തമിഴ്നാട്ടുകാരങ്ങനെ അവർക്കിപ്പോൾ വേണ്ട. അവരിപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് നൂഡിൽസും ഇങ്ങനെയൊക്കെയുള്ള ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെയാണ്. അവർക്കും പൊരി ഗിരി ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ, തമിഴ്നാട്ടുകാർ പാവം അതൊക്കെയാണ്. എന്നിട്ട് ഈ അവില് മുഴുവൻ വേസ്റ്റായി കിടക്കണോ? ശബരിമലയിലെ അവസ്ഥയാണ് പറയണത്. അപ്പം കാലം മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ്റെ ഭക്തിയൊക്കെ മാറി 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 വരും. ഇനിയിപ്പം കുറേ കഴിഞ്ഞാൽ അമ്പലത്തിലെ വഴിപാട് മാറുമെന്നാണ് എനിക്ക് സംശയം. കാരണം ഇപ്പം നമ്മൾ അമ്പലത്തിലുള്ള വഴിപാട് എന്നൊക്കെ പറഞ്ഞാൽ എണ്ണ വിളക്ക്, കുറേ കഴിഞ്ഞാൽ ഭഗവാന്റെ കൂടെ സെൽഫി എടുക്കുന്നതിന് ഭഗവാന്റെ കൂടെ അങ്ങനെയൊക്കെയുള്ള കാലം വരുമെന്നൊരു സംശയത്തിലാണ്. കാരണം അങ്ങനെയൊക്കെ ആവുന്നു മനുഷ്യൻ. ഏതായാലും ഇവിടെ സുദാമാവ് കൃഷ്ണൻ ചോദിച്ചിട്ടും അവില് കൊടുത്തില്ല. എന്താ കൊടുക്കാത്തതിന് കാരണം? നിങ്ങൾ 81-ാം അധ്യായത്തിലെ ഈ ശ്ലോകം പഠിച്ചു വയ്ക്കണം. എന്താണ് കൃഷ്ണൻ ചോദിച്ചിട്ടും സുദാമാവ് കൊടുക്കാതിരുന്നത്? ഇവിടെ ഈ ഒരു ശ്ലോകം എന്തിനാണ്? 6-ാമത്തെ ശ്ലോകം, സർവഭൂതാത്മദൃക് സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുര. കൃഷ്ണൻ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? എന്താണ് സുദാമാവ് ചോദിച്ചിട്ടും അവില് തരാം? കാരണം ശ്രീകാമോ മാ, 3 അക്ഷരങ്ങളേ ഉള്ളൂ. ശ്രീ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, കാമോ ആഗ്രഹിക്കുക, മാ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ നിന്നും സുദാമാവ് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ. അപ്പം അതും അവിലും തമ്മിൽ എന്താ ബന്ധം? കാരണം സുദാമാവ് നോക്കുന്നത് കൃഷ്ണൻ ചോദിക്കുമ്പോൾ ഈ കിഴി കൊടുത്താൽ, കൃഷ്ണൻ അതുപോലെ കിഴി തരുമ്പോൾ ഞാനും വാങ്ങിക്കുന്നതാണ് ആദിത്യ മര്യാദ. പക്ഷെ കൃഷ്ണനിൽ നിന്ന് തനിക്ക് ഒരു കിഴിയും വേണ്ട, കൃഷ്ണനിൽ നിന്ന് ഒരു സമ്പത്തും വേണ്ട എന്ന മനസ്സോടെ കൃഷ്ണനെ കാണാൻ പോയ ആളാണ്. എളുപ്പമാണോ ഇത്? എളുപ്പമാണോ? ആണോ? എളുപ്പമാണോ? അല്ല. അത്ര ഒരു തലത്തിലെത്തിയ ആളായിരുന്നു ആര്? അപ്പൊ പിന്നെ കൃഷ്ണൻ അടുത്ത ഓപ്ഷൻ ആലോചിച്ചു. എന്തിനാവോ ഈ പാവം പിന്നെ ഇങ്ങോട്ട് വന്നത്?
പറയാണ്, പത്ന്യാപതിവ്രതായസ്തു സഖാപ്രിയ ചികിത്സയ. ഈ സഖാവിന്, എൻ്റെ സുഹൃത്തിന് പ്രിയം ചെയ്യാനായിട്ടാണ് പത്നി ഇദ്ദേഹത്തിനെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് പ്രാപ്തോ മാമസ്യദാസ്യാമി സമ്പദോ അമത്യദുർലഭം. പാവം പത്നിക്ക് ബുദ്ധിമുട്ടുണ്ട്. സുദാമാവിന് സമ്പത്തൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് പത്നിക്ക് വേണ്ടി ഞാൻ സമ്പത്ത്, അതും അമത്യദുർലഭം, സാധാരണക്കാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായ സമ്പത്തിനെ ഞാൻ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഭഗവാൻ സങ്കല്പിച്ചു. ഇത്തം വിചിന്യ, എന്താ, സുദാമാവിന് സമ്പത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ സ്വയം ജഹാരക്കിമിതം, ഒളിപ്പിച്ചു വെച്ച അവിൽക്കിഴി തട്ടിപ്പറച്ചെടുത്തിട്ട് തുറന്നിട്ട് അതിൽ നിന്നും ഒരു പിടി ചതുരമുഷ്ടി, അതിലൊരു പിടി വലിച്ചെടുത്ത് വായിലിട്ടു. എന്നിട്ട് പറയുന്നതോ, നന്വേതതുപനീതം മേ പരമപ്രീണനം സഖേ. ആ, എന്തു രസാണ് സുദാമാവേ അവല്. എവിടുന്ന് കിട്ടി? സുദാമാവ് പറഞ്ഞു, കൽപ്പാത്തി നിന്നാണ്, പാലക്കാട് നിന്നാണ്, നന്നായിട്ടുണ്ട്. ഒരു പിടി ഭഗവാൻ വായിലിട്ട് അതിങ്ങനെ രുചിച്ച് കഴിക്കുന്നു. രണ്ടാമത്തൊരു പിടിയും കൂടെ കയ്യിലെടുത്തതും അപ്പോഴേക്കും വെഞ്ചാമരം വീശിക്കൊണ്ടിരുന്ന രുക്മിണീ ദേവി ഒരൊറ്റ ചാട്ടവും പെടുത്തു. എവിടെ? കഴുത്തിനല്ല. അയ്യോ, അത് പാവം ശിവന്റെ കഴുത്തിനൊന്നും പിടിച്ചിട്ടില്ല. എവിടെ പിടിച്ചു? കയ്യിലൊരൊറ്റ പിടുത്തം. പിടിച്ചതും ഭഗവാൻ പുഞ്ചിരിച്ചു. രുക്മിണീ ദേവി ഗൗരവം കാണിച്ചു. ഭഗവാൻ അനുസരണയുള്ള ആളായതുകൊണ്ട് കൊടുത്തു. അവല് തിരിച്ചു കൊടുത്തു, ഭാര്യമാർക്ക് കൊടുത്തു. സുദാമാവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പാവം കഴിച്ചോട്ടെ. പക്ഷേ ഇത് കഴിക്കലല്ല, ഇത് കിഴിക്കലാണെന്നുള്ളത് രുക്മിണീ ദേവിക്ക് അറിയായിരുന്നു. എന്ത് കിഴിക്കുക? സമ്പത്ത് ഇവിടുന്ന് കിഴിക്കുകയാണ്. അവിടെ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി. ഓൺലൈൻ ട്രാൻസ്ഫർ ആയിരുന്നു ഫണ്ടൊക്കെ. അങ്ങനെയാണ് ഇപ്പം നമുക്കൊക്കെ ഓൺലൈൻ ട്രാൻസ്ഫറൊക്കെ വന്നത്. കൃഷ്ണനാ തുടങ്ങി വെച്ചത്. പൈസ ഉപയോഗിക്കാതെ കാര്യങ്ങൾ നടത്തി. അവിടെ ഗംഭീര കൺസ്ട്രക്ഷനൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് അടിച്ചു തീർത്ത് കളഞ്ഞു. സുദാമാവ് അന്നവിടെ കടന്നു. കുശലങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് പിറ്റേ ദിവസം സുദാമാവിനൊരു വിഷമം. കൃഷ്ണനെ കണ്ട് യാത്ര പറഞ്ഞാൽ കിഴി തരും. അതുകൊണ്ട് കൃഷ്ണനെ കാണാതെ മുങ്ങുക നല്ലത്. കൃഷ്ണൻ ഉണരുന്നതിന് മുമ്പ് തന്നെ സുദാമാവ് സ്ഥലം വിട്ട് കളഞ്ഞു. കാരണം കണ്ട് യാത്ര പറഞ്ഞാലല്ലേ കിഴി കിട്ടുള്ളൂ. അദ്ദേഹം ദ്വാരകയ്ക്ക് പുറത്തു വന്നിട്ട് ദ്വാരകയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കൃഷ്ണന് എന്നോടുള്ളൊരു കാരുണ്യം നോക്കണം. എന്താണ്? എനിക്കൊരു കിഴി തന്നിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ നാമസ്മരണ, ആ സാധന, എൻ്റെ ആ രസം മുറിയുമായിരുന്നു. ഇപ്പം എൻ്റെ നാമരസത്തിലുള്ള ആ ഒരു അലിവ്, അല്ലെങ്കിൽ അതിലുള്ള ലയം, അതിലുള്ള ആ ഒരു ഇടമുറിയാത്ത സ്മരണ മുറിയാതിരിക്കാൻ എനിക്ക് ഭഗവാൻ ഒന്നും തന്നില്ല. അധനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈതമാം സ്മരേത് ഇതി കാരുണികോ നൂനം. എന്നോടുള്ള കാരുണ്യം കൊണ്ട് എനിക്കൊന്നും തന്നില്ല. സുദാമാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണനെങ്ങാനും കിഴി കൊടുത്തിരുന്നെങ്കിൽ സുദാമാവ് പെട്ടുപോയി. കാരണം മനസ്സ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. പിന്നെ നാമം ചൊല്ലാൻ പറ്റുമോ? കയ്യിലൊരു കിഴി വെച്ചിട്ട് നാമം ചൊല്ലാൻ പറ്റുമോ? മനസ്സിലായില്ല. നിങ്ങൾ ഒരമ്പലത്തിൽ നിന്ന് അപ്പം വഴിപാടാക്കി വെച്ചു. നിങ്ങൾക്ക് അപ്പമൊക്കെ കൂടെ പൊതിഞ്ഞിട്ട് തന്നു. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലി നോക്കൂ. ഇതിങ്ങനെ അപ്പത്തിൽ അമർത്തി നോക്കും. 5 ഉണ്ടോ 6 ഉണ്ടോ, 5 ഉണ്ടോ 6 ഉണ്ടോ? ഇതുപോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. ആ കിഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ സുദാമാവിൻ്റെ കൈ എന്ത് ചെയ്യും? കിഴിയിലിങ്ങനെ
അമർത്തി നോക്കും, മനസ്സിനൊരു ജിജ്ഞാസ വരും. എന്ത് ജിജ്ഞാസ? ആ കിഴിയിലുള്ളിൽ എത്ര ഉണ്ട്? അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത വരാതിരിക്കാൻ ഭഗവാൻ എനിക്ക് ഒന്നും തന്നില്ല. അതനോയം ധനം പ്രാപ്യ മാദ്യന്നുച്ചൈനമാ സ്മരേത് ഇതി കാരുണികോ നോനം ധനം മേ അപൂരിനാഥതാൽ. എന്നോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ എനിക്കൊന്നും തന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കൽ എളുപ്പമാണോ? പിന്നെ അവിടെ നിന്ന് നടന്നു പോവുകയാണ് വീട്ടിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സുദാമാവ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഭാര്യ എങ്ങനെയായിരിക്കും സ്വീകരിക്കാൻ വരുന്നത്? സുദാമാവിൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഭാര്യയുടെ പ്രതികരണം എങ്ങനെ ഉണ്ടായിരിക്കും? എന്താണെന്ന് മിണ്ടാത്തോ? നിങ്ങൾ ഒരാളെ ഒരു വഴിക്ക് പറഞ്ഞയച്ചു, അയാൾ ഒരു വെറും കൈയോട് കൂടിയിട്ട് വീട്ടിൽ വരുമ്പം പറഞ്ഞയച്ച അതേ മൂഡിലാണോ തിരിച്ച് സ്വീകരിക്കുക? ആണോ? സുദാമാവ് ഇതിങ്ങനെ ആലോചിക്കുമ്പം തിരിച്ച് വീട്ടിൽ പോവാൻ തോന്നുമോ? കൃഷ്ണനെ കാണാൻ പോകുന്ന സമയത്തുള്ള കാലിൻ്റെ വേഗതയും ഒന്നും കയ്യിലില്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ വേഗതയും ഒരുപോലെ ഇരിക്കുമോ? എന്താ ഇല്ലാത്തത്? കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയുടെ കയ്യിൽ ചിലപ്പം മിണ്ടാത്തത് എന്തുണ്ടാവും? മുട്ടൻ വടിയുണ്ടാവും. ഞാൻ ഈ മനുഷ്യനെ പറഞ്ഞിട്ട് ദാരിദ്ര്യം തീർക്കാനാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ദാരിദ്ര്യവും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു എന്നുണ്ടാവുമോ? പറയൂ. സുദാമാവിന് അങ്ങനെയുള്ള യാതൊരു വിചാരവും ഉണ്ടായില്ല. നാമത്തിൽ മുഴുകി തിരിച്ചു പോന്നു. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പലരും ചോദിക്കും, ഭഗവാൻ അനുഗ്രഹിക്കുമോ? ഭഗവാനോടൊന്നും ചോദിക്കേണ്ടതില്ല എന്നാണ്. നാമത്തിൽ മുഴുകി 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 കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, യോഗ്യതയുണ്ടെങ്കിൽ കിട്ടും. യോഗ്യതയില്ലാത്തത് കിട്ടിയിട്ടും കാര്യമില്ല. അനുഭവിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അതാണിന്ന് പലതും നേടുന്നു, പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. ഇപ്പം ഇവിടെ സുധാമാവ് അങ്ങനെ തിരിച്ചു നാട്ടിലേക്ക് വരികയാണ്. ജപിച്ച് മനസ്സത്ര ലയിച്ചിട്ടാണ് വരുന്നത്. തിരിച്ചു വന്നപ്പോഴേക്കും വഴിയൊക്കെ മറന്നു. എല്ലാം മാറിയിട്ടുണ്ട്. അക്വിസിഷനൊക്കെ കഴിഞ്ഞു, ഇടവഴിയൊക്കെ റോഡായി, ടാറിങ് കഴിഞ്ഞു. സുദാമാവ് നോക്കുമ്പോൾ തൻ്റെ പട്ടപ്പര ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ മാളികയൊക്കെ വന്നിട്ടുണ്ട്, നാലുകെട്ട് പോലുള്ള വീടുകളൊക്കെ. സുദാമാവിന് മനസ്സിലായി, ഞാനൊരു റോങ് സ്ഥലത്താണ് എത്തിയത്. വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോഴാണ് പുറകിൽ നിന്ന് ഭഗവൻ എന്നൊരു വിളി. സുദാമാവിൻ്റെ ഭാര്യ സുദാമാവിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഭഗവൻ, ബ്രഹ്മൻ എന്നൊക്കെയാണ്. ഭഗവൻ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ആ വിളി കേട്ടപ്പം മനസ്സിലായി ഇത് തൻ്റെ ഭാര്യയാണ്. ശരിക്ക് സ്ത്രീകളെ ഭർത്താവിനെ അങ്ങനെയൊക്കെ വിളിക്കണമെന്നാണ്. എങ്ങനെ? ബ്രഹ്മം എന്നല്ല, ബ്രഹ്മൻ. ഈ പലരും ഉണ്ടല്ലോ, ചിലരൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് വിളിക്കുക. എന്ത്? ഭർത്താവ് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, പരബ്രഹ്മം പോലെ വീട്ടിലിരിക്കണോ. കാരണം പരബ്രഹ്മം നിർഗുണോ നിരാകാരോ നിരവ്യോ നിരഞ്ജനോ, അതിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആർക്ക്? പരബ്രഹ്മത്തിന്. ഇതുപോലെ റിട്ടയർ ചെയ്ത ആൾക്കാരും ആരെ പോലെ ഇരിക്കണോ? പരബ്രഹ്മം പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ഭർത്താവിനെ പരബ്രഹ്മം എന്ന് വിളിക്കണ്ട. കാരണം നമ്മുടെ കേരളത്തിൽ പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവെന്ന അർത്ഥത്തിലാണ് പൊതുവെ ഉപയോഗിക്കുക. ഏതായാലും ഇവിടെ സുദാമാവിൻ്റെ ഭാര്യ സുദാമാവിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഭഗവൻ. ഇത് കേട്ടപ്പോഴേ മനസ്സിലായി ഭാര്യയുടെ ശബ്ദമാണ്. നോക്കുമ്പോൾ ഭാര്യയുടെ ആകൃതിയൊക്കെ മാറിയിട്ടുണ്ട്.
നല്ല തടിയും നല്ല വൃത്തിയുള്ള സാരിയും ആഭരണങ്ങളും. സുദാമാവിന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അങ്ങോട്ട് പോകുമ്പോൾ കീറിപ്പൊളിഞ്ഞ വസ്ത്രവും ആഭരണങ്ങളൊന്നുമില്ല, ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഹോർലിക്സ് മോഡൽ. ഇതെങ്ങനെ ഭാര്യയ്ക്ക് ഇങ്ങനെ വല്ല അലർജിയോ എന്താ പറ്റിയിരിക്കണമെന്ന് അറിയില്ലല്ലോ. പിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വലിയ കൊട്ടാര വീട്, അവിടെ ഇരുത്തി കാലൊക്കെ കഴുകിച്ച് സുദാമാവ് ഇങ്ങനെ അന്തം വിട്ട് നോക്കി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പം ഭാര്യ പറഞ്ഞു, എനിക്കും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. ഭാര്യയ്ക്കും പിടികിട്ടിയിട്ടില്ല. ചന്ദനക്കട്ടിൽ, രാവിലെ എണീക്കുമ്പോഴാണ് താൻ കട്ടിലാണ്, മുറിയിലാണ്, തോഴിമാരുള്ള വീടാണ്. രാവിലെ തന്നെ അവർ ചോദിക്കുകയാണ്, പുട്ടുണ്ടാക്കണോ, കടലയുണ്ടാക്കണോ, സേവ ഉണ്ടാക്കണോ, ഉപ്പുമാവ് ഉണ്ടാക്കണോ. ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിലാണ് സമ്പൽ സമൃദ്ധി. ഭഗവാൻ സമൃദ്ധി കൊടുത്തു എന്നാണ്. സുദാമാവ് ഇതൊക്കെ കണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് പറയാണ്, ഭഗവാനെ, എനിക്ക് വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഇനിയും ദരിദ്രനായി ഞാൻ ജനിച്ചോളാം, പക്ഷെ മനസ്സൊരിക്കലും ദരിദ്രമാവരുത്. മനസ്സെന്നും നാമത്താൽ സമ്പന്നമാവണം. എപ്പോഴും നമ്മൾ ഓർത്തോളണം, നമ്മളൊക്കെ ശരീരം കൊണ്ട് സമ്പന്നരും മനസ്സുകൊണ്ട് ദരിദ്രരുമാണ്. സുദാമാവ് ശരീരം കൊണ്ട് ദരിദ്രനും മനസ്സുകൊണ്ട് സമ്പന്നനാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നാമമാകുന്ന സമ്പത്ത് മനസ്സിൽ നിറച്ച ആളായിരുന്നു ആര്? സുദാമാവ്. അതുകൊണ്ട് ദുഃഖം ബാധിച്ചിട്ടില്ല, സുഖത്തിന് കുറവില്ല, ഏകാന്തനാണെന്ന് തോന്നിയിട്ടില്ല. കാരണം ഈ നാമം അദ്ദേഹത്തിൽ ഈശ്വര സാന്നിധ്യം ഉറപ്പിച്ചു. അതുകൊണ്ട് കൂടെ എപ്പോഴും ഭഗവാനുണ്ടെന്ന ദൃഢത, ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായി. ഈ ഒരു സമ്പത്ത് നിരന്തരം നേടിയെടുത്ത അദ്ദേഹം പറയണോ, എനിക്ക് ഭൗതികമായ സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഏത് മതി, ഈ സമ്പത്ത് എനിക്ക് കിട്ടണം. അതിനെത്ര ജന്മങ്ങൾ ഞാൻ എടുക്കാനും തയ്യാറാണ്. എല്ലാ മനുഷ്യരും ഉണ്ടല്ലോ, ഈ സമ്പത്താണ് നേടുന്നതെങ്കിൽ ഈ ലോകം എത്ര സമ്പന്നമായിരിക്കും. ഈ ലോകത്തിൽ ഇത്രയും വേണ്ടു മനുഷ്യന്. കുറച്ചു നേരം നമുക്ക് ഭക്ഷണം വേണം, കിടക്കാനൊരിടം വേണം. അതിനേക്കാളൊക്കെ ഉപരി മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും ഒക്കെ വരണം. അതിന് മനസ്സിനെ നമ്മൾ നാമസ്മരണത്തിൽ തന്നെ കറക്കി 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 ഈ മനസ്സവസാനം ഇല്ലാതെയായി. ഇപ്പം മനസ്സിരിക്കുകയാണ്. മനസ്സൊക്കെ എന്തായി മാറണം? നാമമായിട്ട് മാറണം. മനസ്സ് മുഴുവൻ നാമമായി മാറുന്നൊരു അവസ്ഥ. ഉറക്കത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം മനസ്സുണ്ട്, ഉറങ്ങാൻ കിടക്കണോ, ഉറക്കത്തിലേക്ക് ഇങ്ങനെ വഴുതി വീഴുന്ന മനസ്സ്. ഉറക്കമുണ്ട്, മനസ്സുമുണ്ട്. ഉറങ്ങാൻ പറ്റുമോ? മനസ്സുമുണ്ട്, ഉറക്കമുണ്ട്. ഉറങ്ങാൻ പറ്റുമോ? ഉറക്കത്തിൻ്റെ സുഖം കിട്ടുമോ? സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? മനസ്സ് ഉറക്കത്തിലേക്ക് വഴുതി വീണ് പോകണം. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? മനസ്സില്ല. എന്ത് മാത്രമേ ഉള്ളൂ? ഉറക്കം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ നാമം ജപിക്കുമ്പോൾ നാമമുണ്ട്, മനസ്സുമുണ്ട്. അത് രണ്ടും വേറെ വേറെ ആയിട്ട് നിൽക്കുകയാണ്. കാലം വരും, നാമമുണ്ടാകും, ഏതുണ്ടാവില്ല. അങ്ങനെ ഒരു കാലം വന്നാൽ നമ്മളാണത്രേ കോടീശ്വരൻ. കോൻ ബനേഗ ക്രോർപതി. ഇതിനും വലിയൊരു കോടിപതി ലോകത്തിലില്ല എന്നാണ് പറയണം. മനസ്സ് പോയി എന്തായി വരണം? നാമമായിട്ട് വരണം. അതിന് എത്ര ജന്മങ്ങൾ എടുത്താലും ഞാൻ അതിനു വേണ്ടി വരാൻ തയ്യാറാണ് എന്നാണ് സുദാമാവ് പറയുന്നത്. തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യൽ മഹാനുഭാവേന ഗുണാലേന വിഷജ്ജതത്തൽ പുരുഷ പ്രസംഗ
തസ്സൈവ മേ സൗഹൃദ സഖ്യമൈത്രേ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷ പ്രസംഗ മേ ജന്മനി ജന്മനി. ഇനിയും എത്ര ജന്മങ്ങൾ, അതിലെല്ലാം മഹാനുഭാവേന ഗുണാലയ, മഹാന്മാരുമായി സംഗമിച്ചുകൊണ്ട് അവരിൽ നിന്ന് സൗഹൃദ സഖ്യമൈത്രീദാസ്യം, ഭഗവാനിലുള്ള സൗഹൃദം, നാമത്തിലുള്ള, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നാമം നേ അർത്ഥെടുക്കാവും, അല്ലാതെ നമുക്ക് ഭഗവാനെ കൊണ്ടു നടക്കാൻ സാധ്യമല്ല. അപ്പം നാമത്തിലുള്ള ഒരു സൗഹൃദം, നാമത്തിലുള്ള ലയം, നാമത്തിലുള്ള ഒരു രുചി, ഇതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇങ്ങനെ പുരുഷപ്രസംഗ, പുരുഷനായിരിക്കുന്ന പരമാത്മാവിനോട് എനിക്ക് സംഘമുണ്ടാവട്ടെ. ഇതിൽ പരം എനിക്കൊരു ജീവിതത്തിൽ ആഗ്രഹവും ഇല്ല എന്ന് മനസ്സിലുറപ്പിച്ച ആളായിരുന്നു ആര്? സുദാമ. അപ്പം അതുകൊണ്ട് സമ്പത്തില്ലാത്ത സമയത്തുള്ള മനസ്സും സമ്പത്തുള്ള സമയത്തെ മനസ്സും രണ്ടും വേറെയായിരുന്നു. സമ്പത്തില്ലാത്തപ്പോഴും നാമമായിരുന്നു സമ്പത്ത്, സമ്പത്തുള്ളപ്പോഴും. എന്താണ് ഈ കഥ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? മനുഷ്യന് മാത്രമേ മരിക്കുന്നതിന് മുമ്പ് നാമമാകുന്ന സമ്പത്ത് നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. എത്ര കണ്ട് നാമസമ്പത്ത് എത്ര നേരത്തെ നേടിയെടുക്കുന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എന്ത് ഭാഗ്യം ചെയ്തവരാ നോക്കൂ. നിങ്ങളൊക്കെ നേരത്തെ 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 മണിക്കൂറുകളോളം ജപിക്കണം. വെറുതെ ടി വിയും കണ്ട് വെറുതെ നമ്മുടെ സമയം എന്തിനൊക്കെയോ ചെലവഴിക്കുന്നേക്കാൾ നല്ലത് അത്രയും സമയം നമ്മൾ നാമമാകുന്ന സമ്പത്ത് നേടി 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 വരുമ്പോൾ വലിയ ദുഃഖങ്ങൾ തരുന്ന മനസ്സ് നാമത്തിൽ മുഴുകിച്ചേർന്നാൽ അത്രയും ഒരു ആനന്ദം, ഒരു രസം, സന്തോഷം നമ്മുടെ മനസ്സിന് കൂടി വരും. നാമത്തിൽ മുഴുകും തോറും സന്തോഷത്തിൽ, രസത്തിൽ മനസ്സ് ഉയർന്നു വരും. മനസ്സ് ലയിക്കും തോറും സുഖവും സന്തോഷവും കൂടും. ഈ ചന്ദനമുട്ടി അരയ്ക്കുന്ന പോലെയാണ്. ചന്ദനം കല്ലിൽ അരയ്ക്കും തോറും ആ ചന്ദനത്തിൻ്റെ സുഗന്ധം, നല്ല കാതലുള്ള ചന്ദനാണെങ്കിൽ പറയൂ, മണം വരും. ഇപ്പം ഈ അമ്മമാർക്കറിയാം, അമ്മിയിൽ തേങ്ങയും മുളകൊക്കെ ഇട്ട് അരയ്ക്കുന്ന സമയത്ത് ചമ്മന്തി കൂട്ടുന്നവരെക്കാൾ ആദ്യം ചമ്മന്തി മനസ്സുകൊണ്ട് കൂട്ടിയിട്ടുണ്ടാവുക മനസ്സുകൊണ്ടെങ്കിലും ആ ചമ്മന്തി കഴിച്ചിട്ടുണ്ടാവുക ആരായിരിക്കും? അമ്മമാരായിരിക്കും. കാരണം അരയ്ക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് മുഴുവൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഉണ്ടാവുമോ? അത് അരവ് കൂടുന്തോറും അതിൻ്റെ ആ സ്മെല്ലങ്ങനെ കൂടിക്കൂടി കൂടിക്കൂടി വരും. ഇതുപോലെ നമ്മളിങ്ങനെ നാമവും മനസ്സും തമ്മിൽ അരയ്ക്കണം. ഇപ്പം നാമവും മനസ്സും ഈ കൊട്ടത്തേങ്ങ അരയ്ക്കുന്നത് പോലെയാണ്. അത് കല്ലിനോടൊരിക്കലും കോപ്പറേറ്റ് ചെയ്യില്ല. എന്നതുപോലെ നാമവും മനസ്സും തമ്മിലൊരു കോപ്പറേഷൻ ഇല്ല. ഉണ്ടോ? അതിങ്ങനെ വേർപെട്ട് നിൽക്കുകയാണ്. ചില വേവാത്ത കഷ്ണങ്ങളെപ്പോലെ. ചില കഷ്ണങ്ങൾ വെന്തിട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ തന്നെ കിടക്കും കറിയിൽ. ഉടയുന്ന കഷ്ണങ്ങളാണെങ്കിലോ പെട്ടെന്നത് കറിയിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരും. നമ്മുടെ മനസ്സ് ഇപ്പം ഏതുപോലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലതൊക്കെ ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചിലതൊക്കെ ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില മനസ്സൊക്കെ ഇപ്പോഴും വേവാത്ത, കേട്ടില്ല, വേവാത്ത കഷ്ണങ്ങളാണ്. എത്ര പേർക്ക് വേവാത്ത കഷ്ണങ്ങളുണ്ട് മനസ്സ്? നിങ്ങൾ കൈപൊക്കില്ല എന്ന് എനിക്കറിയാം. ഉടഞ്ഞു തുടങ്ങിയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഓ, നന്നായി. കുറേ പേരുടെയൊക്കെ മനസ്സ് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെന്തുടഞ്ഞിട്ടുള്ളവരുണ്ടോ? ഓ, കുറേ പേരുടെയൊക്കെ മനസ്സ് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മനസ്സും നാമവും തമ്മിൽ നമ്മളങ്ങനെ അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ അതങ്ങനെ ഉടഞ്ഞു പോവുക. ഈ തരത്തിലെത്തിയിട്ട് വേണം ഇവിടെ നിന്നും യാത്ര പറയാൻ. ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും